പ്രകൃതി സൗന്ദര്യം കൊണ്ട് സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കുന്ന ഒരു കൂട്ടം ദ്വീപുകളുണ്ട് കൊച്ചിയിൽ. നഗരഹൃദയത്തിനടുത്ത് ഗ്രാമഭംഗിയൊരുക്കുന്ന പിഴലെ അടക്കമുള്ള ഈ ദ്വീപുകൾ ഒരു ദിവസം ഉല്ലസിക്കാനുള്ളതെല്ലാം കാത്തുവച്ചിട്ടുണ്ട് പ്രേക്ഷകർക്കായി. ടൂറിസം വികസനത്തിന് ഏറെ സാധ്യതകളുള്ള ഈ ദ്വീപുകൾക്കായി പദ്ധതികൾ തയ്യാറാകുന്നുവെന്നാണ് ടൂറിസം വകുപ്പ് അറിയിക്കുന്നത്. പിഴലയിൽ നിന്ന് കൃഷ്ണ ചെറിയാനും അഫ്സലും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. എറണാകുളത്തെ അതിമനോഹരമായ കുറച്ച് ദ്വീപുകളുടെ സംഗമത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? പിഴല ദ്വീപുണ്ട്, കൊച്ചു കടമക്കുടിയുണ്ട്, അങ്ങനെ ഒരു 14ഓളം ദ്വീപുകളുണ്ട്. ഇവിടെ മീൻകൂടുകളുണ്ട്, പൊക്കാളി കൃഷിയുണ്ട്, ചീനമലകളുണ്ട്, മനോഹരമായ പുഴകളുണ്ട്. പ്രകൃതി ഇങ്ങനെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുക. കണ്ടെയ്നർ റോഡിലെ പാലം അതിഗംഭീരം. എല്ലാ വശ്യതയോടും കൂടി അണിഞ്ഞൊരുങ്ങിയ പ്രകൃതിയെ ചേർത്ത് പിടിച്ചങ്ങ് നിൽക്കുകയാണ് ഈ പാലം. ഒട്ടും കൃത്രിമമല്ലാത്ത മനോഹാരിത അങ്ങ് പരന്നു കിടക്കുമ്പോൾ ഇവിടെയൊന്നിറങ്ങാതെ പോകാൻ സഹൃദയർക്കാകില്ല. മുകളിലേക്ക് നോക്കിയാൽ വെള്ളിമേഘങ്ങൾ അങ്ങ് മാടി വിളിക്കുകയാണ്. പല പാറ്റേണുകളിൽ ഏറ്റവും ആകർഷകമായ വസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു വസ്ത്രശാലയെപ്പോലെ സഞ്ചാരികൾക്ക് മുന്നിൽ ചിരി പൊഴിച്ചുകൊണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവുമൊക്കെ ആകാശത്തിന്റെ മൊഞ്ചും നിറവും ഭാവവും ഒക്കെ മാറും. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മുഴുവൻ ഈ പാലത്തിൽ നിന്നാലും ആകാശമൊരുക്കുന്നത് ആവർത്തന വിരസതയില്ലാത്ത ആകർഷണീയതയാണ്. മാനം നോക്കി മറന്നു നിൽക്കുമ്പോൾ എന്നെ ഒന്ന് നോക്കൂ എന്ന് മാടി വിളിക്കുന്ന പുഴ. പതഞ്ഞൊഴുകുന്ന വെള്ളപ്പുടവയ്ക്ക് ഫ്രില്ല് വെച്ചതുപോലെ ഇരുവശത്തും മരക്കൂട്ടങ്ങൾ. പുഴയ്ക്ക് പാദസരമായി അങ്ങിങ്ങായി ചീനവലകൾ. പുഴയെയും കരയെയും കൈകളിൽ ഒതുക്കി കണ്ടൽക്കാടുകൾ. ഇടയ്ക്കിടെ വന്നു പോകുന്ന ചെറുവള്ളങ്ങൾ. ഓക്കെ, ഈ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ഇടത് വിനിൽ കാശിയാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് അത് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള ചില യാത്രകളുടെ ദൃശ്യങ്ങൾ നമുക്ക് മോർണിംഗ് ഷോയിൽ കാണുമ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ അലമ്പ് കുറച്ച് ഫീലിംഗ് കുറയുമല്ലോ.